قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോട് കൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും സിയാറകൾ പലതവണ നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം: وعن أبي ذر رضي الله عنه قال قلت يا رسول الله ألا تستعملني. മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. മഹാനായ അബൂ ദർറുൽ ഗിഫാരി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. അധികാര പരിധിയിൽപ്പെട്ട പല കാര്യങ്ങളിലും അബൂ ദർറുൽ ഗിഫാരിയെ റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിക്കാതെ വന്നപ്പോൾ, തന്നെ തഴയുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ, അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അധികാരം കയ്യിൽ കിട്ടിയാൽ ഒരുപാട് നന്മ ചെയ്യാമല്ലോ എന്നുള്ള സതുദ്ദേശമാണ് മനസ്സിലുള്ളത്. ആ വിഷമത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു: അലാ തസ്തഅ്മിലുനി, നബിയെ, എന്നെ എന്തുകൊണ്ടാണ് ഈ അധികാരത്തിലൊന്നും അങ്ങ് കൊണ്ടുവരാത്തത് എന്ന് പരാതി പറഞ്ഞ സമയത്ത് ഫളറബ ബിയദിഹി അലാ മൻകിബി, റസൂലുള്ളാഹി തങ്ങൾ അബൂ ദർറിന്റെ ചുമലില് കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ ഏറ്റവും സ്നേഹമുള്ള ആളുകളാണല്ലോ ചുമലിലെ കൈ വെക്കുക. അവിടെ നമുക്ക് താല്പര്യം ഉണ്ടാവുമ്പോൾ ചേർത്ത് പിടിക്കും. അബൂ ദർറുൽ ഗിഫാരി കവിയായിരുന്നു. മദീനയിൽ അദ്ദേഹത്തിന്റെ പേരിൽ പള്ളിയുണ്ട്. ഷാരി അബൂ ദർറുൽ ഗിഫാരി എന്ന പേര് സ്ട്രീറ്റ് തന്നെ നമുക്ക് ഇന്ന് കാണാവുന്നതാണ്. ആ അബൂ ദർറിനെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ചേർത്തങ്ങ് പഠിച്ചു. എന്നിട്ട് പറഞ്ഞു: സുമ്മ ഖാല യാ അബൂ ദർ ഇന്നക ളഈഫുൻ. അബൂ ദർ, നിങ്ങൾ ളഈഫാണ്, നിങ്ങൾ ബലഹീനനാണ്. നിങ്ങളെ കൊണ്ട് ഈ അധികാരമൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. വഇന്നഹാ അമാനത്തുൻ, അധികാരം എന്ന് പറയുന്നത് അമാനത്താണ്. അബൂ ദർ, അധികാരം എന്ന് പറയുന്നത് അതൊരു പഞ്ചായത്തിന്റെ ആണെങ്കിലും ഒരു പള്ളിയുടെ ആണെങ്കിലും ഒരു നാടിന്റെ ആണെങ്കിലും ഇനി ലോകത്തിന്റെ തന്നെ മുഴുവൻ അധികാരം ഒരാളുടെ കയ്യിൽ വന്നാൽ അതെല്ലാം അമാനത്താണ്. അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുള്ള കാര്യമാണ്. വഇന്നഹാ അമാനത്തു വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യം വനദാമാ. അബൂ ദർ, പടച്ചോന്റെ അടുക്കൽ വരുമ്പോ നീ ഖേദിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരും. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച നാളെ പരലോകത്ത് കണ്ണീരൊഴുക്കേണ്ടി വരും. അതുകൊണ്ട് അബൂ ദർ, ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ വഅദ്ദല്ലദി അലൈഹി ഫീഹാ. പടച്ചോനോട് ഓരോന്നിനും എണ്ണി സമാധാനം പറയേണ്ടി വരും.
സാധിക്കുന്നത് എന്ന് മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അധികാരം എന്ന് പറയുന്നത് ചിലർക്ക് അതൊരു ലഹരിയാണ്. സ്വയം നശിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനുമുള്ള ഒരു ലഹരിയാണ് അധികാരം എന്ന് പറയുന്നത്. നോക്കി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് നാടിന്റെ ആണെങ്കിലും പഞ്ചായത്തിന്റെ ആണെങ്കിലും മഹലിന്റെ ആണെങ്കിലും എന്ത് തന്നെ, ഇനി ഒരു രാജ്യത്തിന്റെ തന്നെ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അതിനെപ്പറ്റി അല്ലാഹു ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് ലോകം കണ്ട യുദ്ധങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ, പോരാട്ടങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ, മനുഷ്യക്കുരുതികൾ പരിശോധിച്ചു നോക്കുമ്പോ, കലാപങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ, വംശഹത്യകളും അട്ടിമറികളും എല്ലാം പരിശോധിച്ചു നോക്കുമ്പോ ഒന്നില്ലെങ്കിൽ അത് അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അധികാരം നിലനിർത്തുന്നതിനോ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അധികാരം മനുഷ്യരെ ദുഷിപ്പിക്കും, പരമാധികാരം മനുഷ്യനെ കൂടുതൽ ദുഷിപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരനായ ജോൺ ആക്ടൺ പണ്ട് പറയുകയുണ്ടായി. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും, പരമാധികാരം കൂടുതൽ ദുഷിപ്പിക്കും. ഓരോ രാജ്യത്തിന്റെയും നിറകിൽ വരുന്ന അധികാരികളായ മനുഷ്യർ മോശപ്പെട്ടവരാകുമ്പോ ആ നാട് ദുഷിക്കുക മാത്രമല്ല, ലോകത്തിന്റെ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വല്ലാത്ത ഒരു ദുരവസ്ഥ അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ഇതിലേക്ക് ഒരുപാട് അധ്യായങ്ങളിലൂടെ ഒരുപാട് സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരൽ ചൂണ്ടുന്നുണ്ട്. സൂറത്തുൽ അൻആമിന്റെ 34-ാമത്തെ വചനത്തിലൂടെ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖർയതൻ അഫ്സദൂഹാ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫഅലൂൻ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ദുഷിച്ചു പോകുമ്പോൾ ആ രാജ്യത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളെ പറ്റി ഇദാ ദഖലൂ ഖർയതൻ അഫ്സദൂഹാ, ഖുർആൻ പറഞ്ഞു ആ നാട് തന്നെ ഫസാദായി പോകുന്ന ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അത് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരി മോശപ്പെട്ടയാളായപ്പോ തൊട്ടടുത്ത് കിടക്കുന്ന ആ അയൽ രാജ്യങ്ങൾക്ക് സമാധാനമില്ല, അവർക്ക് അവിടെ വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല. സമാധാനത്തോടുകൂടിയുള്ള സ്വൈര ജീവിതത്തെ തകർക്കുകയാണ് അത്തരത്തിലുള്ള സ്വച്ഛാധിപതികളായ ആളുകൾ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഏതൊരു സ്വച്ഛാധിപതിയും പേടിക്കേണ്ട ഒന്നുണ്ട്. എന്താണെന്നറിയുമോ? ഇമാം തബറാനി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലെ ഗവർണറായിട്ട് പറഞ്ഞയക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. യമനിലെ ഗവർണർ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പദവിയല്ല. യമൻ എന്ന് പറയുന്ന ആ വിശാലമായ പ്രവിശ്യയിലേക്ക്, ആ രാജ്യത്തേക്ക് പോകുമ്പോ മഹാനായ നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അതിൽപ്പെട്ട ഒരു ഉപദേശമായിരുന്നു ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. മുആദേ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണോട്ടോ. ഒരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിച്ചു, ഒരു മനുഷ്യനെ നമ്മൾ പ്രയാസപ്പെടുത്തി, നമ്മൾ ആക്രമിച്ചു, ആ മനുഷ്യൻ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും, അതിന് സംശയമില്ല. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ തുഹ്മലു അലൽ ഗമാം യഖൂലു അല്ലാഹു വഇസ്സതി വജലാലി ലഅൻസുറന്നകി വലൗ ബഅദ ഹീനിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മനുഷ്യന്റെയും അല്ലാഹുവിന്റെയും ഒരു മറയില്ലാട്ടോ, പഠിച്ചവർ നേരെ അവരുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ട ആളുകളുടെ പ്രാർത്ഥനയെ സൂക്ഷിക്കണമെന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശമാണ് ഇമാം തബറാനി രേഖപ്പെടുത്തുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ സ്വച്ഛാധിപതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്രമിക്കപ്പെട്ട പാവങ്ങളായ ആളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ
അല്ലാഹുവിനോട് വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ് ലനാ ഹാദിഹിൽ ഖറിയ റബ്ബനാ അഖ്രിജ് ലനാ പടച്ചോനേ ഞങ്ങൾക്ക് നീ ഒരു മോചകനെ തരണേ, ഒരു സഹായിയെ തരണേ, ഞങ്ങളെ നീ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങളായ പിഞ്ചിളം കുരുന്നുകളും പ്രായമുള്ള വയോവൃദ്ധരായ ആളുകളും രോഗികളായ ആളുകളൊക്കെ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന വിശ്വാസി കണ്ണീരൊഴുക്കിക്കൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോ പാവങ്ങളായ ഗസയിലെ ആളുകൾ ഇത്തരത്തിൽ എത്ര ദുആ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ. ചെറിയ മക്കള് വിശന്നിട്ട് ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന സമയത്ത് ആ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം മർദ്ദിച്ചവശരാക്കിയിട്ട് അവർക്ക് വരുന്ന ഭക്ഷണങ്ങൾ പോലും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പടച്ചവനെ ഈ കടാഹങ്ങളെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന സർവാധിനാഥനായ അല്ലാഹുവേ നീ എല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് ആ പിഞ്ചനും കുരുന്നുകൾ നാളോട് ദ്വാരക്കുമ്പോ പ്രിയപ്പെട്ടവരെ പടച്ചവൻ ആ ദുആക്ക് ഇജാബത്ത് നൽകുമെന്നത് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികളായ ആളുകൾ എത്രമാത്രം പ്രയാസപ്പെട്ടോ ആ പ്രയാസങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയി ചെറിയുമ്പോൾ അവര് ചിന്തിച്ചില്ല ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ വരുമെന്ന്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ന്യായീകരിക്കുന്ന മാധ്യമ മാമമാര് അവര് ഒരു പക്ഷേ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. എത്ര വലിയ കൊലകുമ്പം വന്നാലും പ്രിയപ്പെട്ടവരെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പാഠം പഠിപ്പിക്കും. വിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു എണ്ണി പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യഖ്ലുഖ മിത്ലുഹാ ഫിൽ ബിലാദ് അല്ലതി ലം യഖ്ലുഖ മിത്ലുഹാ ഫിൽ ബിലാദ്. ഓരോ സമുദായത്തെ പറ്റി അല്ലാഹു എടുത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അത് സമൂഹത്തിന്റെ പതന കഥകളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. മലകൾ തുരന്നുകൊണ്ട് വലിയ വലിയ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ വീടുണ്ടാക്കിയിരുന്ന ശക്തരായ ഒരു വിഭാഗം ആളുകള്, അതുപോലെ തന്നെ ഇറമകാര്, ആ അഹങ്കാരികളായ ആളുകള്, സമൂഹകാര്. അതുപോലെ അല്ലാഹു ചോദിക്കുകയാണ് വതമൂദല്ലദീന ജാബുസ്സഹറ ബിൽവാദ് വഫിർഔന ദിൽ ഔതാദ്. അല്ലാഹു ഓരോ വിഭാഗത്തെയും എണ്ണി പറയുകയാണ്. ഫറോവ എന്ന് പറയുന്ന അഹങ്കാരി എവിടെയാണ്? ആരെല്ലാം ലോകത്ത് വന്നു? എംബ്രൂദ് വന്നില്ലേ? എത്ര വലിയ അഹങ്കാരികൾ ഈ ലോകത്ത് വന്നു. പക്ഷേ അവരെ എല്ലാവരെയും അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. ലതജിദന്ന അശദ്ദൻ നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. യഹൂദന്മാരാണ്. അഥവാ അവര് പണ്ട് മുതലേ അഹങ്കാരികളായിരുന്നു. ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഫിത്നകളും ഉണ്ടാക്കിയ ആളുകളായിരുന്നു. സൂറത്തുൽ മുംതഹിന തുടങ്ങുന്നതിനെ അവരെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ മാഇദയുടെ 51-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നതും അവരെ പറ്റിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ്. അഥവാ അവരിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളോട് സഹകരിക്കുന്നവരെ പറ്റിയല്ല പറയുന്നത്. ഭരിച്ച അല്ലാത്തവരായ ആളുകൾ അവര് നിങ്ങളുടെ ശത്രുക്കളാണ്. അവരുമായിട്ട് നിങ്ങൾ മമതയിൽ കഴിയരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോ എല്ലാ സ്ഥലത്തും നമുക്ക് പ്രിയപ്പെട്ടവരെ ചേരാ നയമല്ല നമ്മുടെ നയം.
ഇസ്ലാമിന്റെ നയം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എല്ലാവരെയും കെട്ടിപ്പിടിക്കാനല്ല ഇസ്ലാം പറയുന്നത്. മറിച്ചുകൊണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, അവർക്ക് അവരുടെ ദീന്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്നത്. എന്നാൽ അവസാന കാലഘട്ടമാകുമ്പോൾ അത്തരക്കാരുമായിട്ട് നിങ്ങൾ സന്ധിയിലാകുമെന്ന് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ 3176ാമത്തെ ഹദീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ വെച്ച് തബൂക്കിന്റെ ആ മൈതാനത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളെ പറ്റി പറഞ്ഞപ്പോ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് മൗത്തി, നബി തങ്ങളുടെ വഫാത്തിനെ പറ്റിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗം. രണ്ടാമത് നബി തങ്ങൾ എണ്ണി പറഞ്ഞു, ഓരോന്നായിട്ട് റസൂൽ 6 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് സുദീർഘമായ ഹദീസാണ്, സമയക്കുറവ് ഞാൻ ഹദീസിന്റെ ആ ഇബാറത്ത് ഇപ്പോൾ വായിക്കുന്നില്ല. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനമാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടും. മൂന്നാമത് പകർച്ചവ്യാധിയാണ്, ലോകം ഒട്ടാകെയും ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധി കൊറോണ. ലോകം മുഴുവനും അതിന്റെ ആ പ്രയാസം അനുഭവിച്ചില്ലേ സഹോദരങ്ങളെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കായുടെ മരുപ്പറമ്പിൽ ഇരുന്ന് പുണ്യഭൂമ നടത്തിയ പ്രവചനങ്ങൾ ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു പകർച്ചവ്യാധി വരും, അതേപോലെ തന്നെ മൊത്തത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി വരും. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പട്ടിണിയും പരിവട്ടവുമായി ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചിയിരുന്ന നമ്മുടെ സമൂഹമൊക്കെ ഇന്ന് എത്രമാത്രം ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി നമുക്ക്. അതിന്റെ ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അഭിവൃദ്ധി എത്രമാത്രം നമ്മിലേക്ക് കൈവന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി വരും. അതേപോലെ തന്നെ അഞ്ചാമതായിട്ട് നബി തങ്ങൾ എണ്ണി പറഞ്ഞത് അറബികളായ ആളുകളെ വേട്ടയാടപ്പെടുന്ന ഒരു ഫിത്ന വരാനുണ്ട്. അറബികളായ ആളുകളെ വേട്ടയാടപ്പെടുന്ന ഫിത്ന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പാശ്ചാത്യ ശക്തികളുമായിട്ട് അറബികൾ സഖ്യത്തിൽ ഏർപ്പെടും ഖിയാമത്ത് നാളാകുമ്പോ. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയിലെ 750ഓളം സൈനിക കേന്ദ്രങ്ങളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അതിൽ പലതും സൗദി അറേബ്യ അടക്കമുള്ള, കുവൈത്ത് അടക്കമുള്ള മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോ, ഡെമോക്രസിയിലേക്ക് ഞങ്ങൾ ലോകത്തെ കൊണ്ടുപോകും, സൗദി അറേബ്യയെ കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോ അറബി ടൈംസ് പ്രതികരിക്കാൻ തന്നെ 3 ദിവസം സമയമെടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രവചനം. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അവരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടും, അവരെ നിങ്ങൾ വിശ്വസിക്കും, പക്ഷേ അവരെ നിങ്ങൾ വഞ്ചിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, 12,000 വരുന്ന സൈന്യം 80 കൊടിക്കീഴിലായിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ അവർ അണിനിരക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇനി വരാനിരിക്കുന്നതാണ്. ഇതൊന്നും നടക്കാതെ പ്രിയപ്പെട്ടവരെ ലോകാവസാനം ഉണ്ടാകുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ആ ഘട്ടങ്ങളിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ് ഫയഖ്തുലുഹുൽ മുസ്ലിമൂന ഹത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവസാന കാലഘട്ടം വരുമ്പോൾ ലാ തഖൂമു സാഅ, ലോകം അവസാനിക്കില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്, യഹൂദികളും നിങ്ങളുമായിട്ട് ഒരു യുദ്ധം നടക്കാനുണ്ട്. ഫയഖ്തുലുഹുൽ മുസ്ലിമൂന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ യുദ്ധം വരുന്ന സമയത്ത് യഹൂദികളായ ആളുകൾ മിൻ വറായിൽ ഹജരി വശജരി,
കല്ലുകളുടെയും വലിയ പാറക്കല്ലുകളുടെയും മരങ്ങളുടെയും ഇടയിൽ പോയിട്ട് അവരിങ്ങനെ മറിഞ്ഞിരിക്കും. അപ്പൊ ഫയഖൂലുൽ ഹജറു അവിശ്ശജറു, കല്ലുകളും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദുല്ലാഹ്, യാ മുസ്ലിമേ, അല്ലാഹുവിന്റെ അടിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി ഫതആൽ, യഹൂദിയായ മനുഷ്യരെ അവർ വിളിച്ചിരിക്കുന്നുണ്ടോ, അവരെ പോയി പിടിച്ചോളൂ എന്ന് വിളിച്ചു പറയും. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഖ്തുലുഹു ഇല്ലൽ ഗർഖദ ഫഇന്നഹു മിൻ ശജറിൽ യഹൂദ്. ഗർഖദ എന്ന് പറയുന്ന ഒരു വൃക്ഷം, അത് ഓർക്കിഡ് അല്ല. ഗർഖദ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 ഘട്ടങ്ങളിലായിട്ട് അവര് ഒന്ന് കൃഷിഭൂമികൾ, അതുപോലെ തന്നെ മൗണ്ടൈൻസ്, ഇതൊക്കെ വേർതിരിച്ച് കൂട്ടത്തിൽ അവർ പ്രത്യേകമായി ഗർഖദ എന്ന് പറയുന്ന വൃക്ഷം അവര് മില്യൺ കണക്കിന് വെച്ച് പിടിപ്പിച്ചതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അവരുടെ വൃക്ഷമാണ് അർക്കദ് എന്ന് പറയുന്നത്. ആ അർക്കദ വൃക്ഷം ഒഴിച്ച് മറ്റുള്ള വൃക്ഷങ്ങൾ വിളിച്ച് പറയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിന്റെ 7523 ഹദീസായിട്ട് ഈ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അക്രമങ്ങളും അനീതികളും അരാജകത്വത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള പാഠം പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെ മോശക്കാരായ ഒരു വിഭാഗം ഈ ലോകത്ത് വന്നിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ വിഭാഗം ആളുകളെ പറ്റിയിട്ട് കൊണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്ത വ്യക്തി അത് ജൂതനായിരുന്നു. സഹീഹുൽ ബുഖാരിയുടെ 5763 ഹദീസ് നോക്കിയാൽ കാണാം, ആയിഷ ബീവിയിൽ നിന്നുള്ള ഹദീസ്. നബി ഇതുപോലെ അൽസം എന്ന് പറയുന്ന ജൂതനായ യഹൂദിയായ മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് സിഹ്ർ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാൾ സലാം ചൊല്ലി അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് അയാള് പ്രാർത്ഥിച്ചു. നബി തങ്ങൾ തിരിച്ചും അതുപോലെ വഅലൈക്കും അസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കിയത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് സഹീഹുൽ ബുഖാരിയുടെ 6024 ഹദീസായിട്ട് രേഖപ്പെടുത്തുന്നതായി കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന ഇംറഅതൻ യഹൂദിയതൻ അത്തത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശാഅത്തിൻ മസ്ബൂബത്തിൻ. നബി തങ്ങൾക്ക് ആട്ടുമാംസത്തിൽ വിഷം കലർത്തിയിട്ട് കൊടുത്തവരാണ് ജൂതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ വിശ്രമിക്കുന്ന സ്ഥലത്ത് ഫദറസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജിദാരി ലിബനി നുവൈർ ഫഹമ്മു ബിഇൽഖാഇ ഹജറിൻ അലൈഹി വഖത്ലിഹി ഫഅഖബറഹു വഹയു ബിദാലിക. നബി തങ്ങളുടെ ശരീരത്തിലേക്ക് വലിയ പാറക്കല്ല് തള്ളിയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് പേടിക്കണ്ട കേട്ടോ, അങ്ങ് വിഷമിക്കണ്ട, അങ്ങയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ അവിടെ നിന്ന് പാറ ഉരുട്ടിയിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. ഇതുപോലെ എത്ര സംഭവങ്ങൾ ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യഅസിബുക മിനൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ കൊല ചെയ്യുമോ എന്ന് ഭയന്നുകൊണ്ട് സഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് കാവലിരിക്കാൻ തുടങ്ങി. റബീഅ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ രാത്രി കാവലിരിക്കുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യഅസിബുക മിനൻ നാസ്. നബിയെ, അല്ലാഹു തആല അങ്ങേക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇനി എനിക്ക് ആരും കാവലിരിക്കണ്ട, ഇനി എനിക്ക് ആരും സംരക്ഷണം തരണ്ട, അല്ലാഹു എന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സദ്യയുടെ അധ്യായങ്ങളാണ് ജൂതന്മാർ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഫഇന്നഹും ഖതലു ശഅരിയ വസകരിയ
വയഹ്യ വഗൈറഹും. അവര് ശഅയ എന്ന് പറയുന്ന പ്രവാചകനെ കൊന്നുകളഞ്ഞവരാണ്. അതുപോലെ സക്കരിയ നബിയെ കൊന്നവരാണ്, യഹ്യ നബിയെ കൊന്നവരാണ്, ഈസാ നബിയെ ഞങ്ങൾ കൊന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ അല്ലാഹു തആല പാഠം പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെ മുസ്ലിമുണ്ടോ ആ മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും പ്രയാസപ്പെടുമ്പോ, മുസ്ലിമായ മനുഷ്യൻ വിഷമിക്കുമ്പോ അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ഫലസ്തീനികളായ പാവങ്ങളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ അറബി രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്റെ അധ്യാപനങ്ങളൊന്നും കാണാതെ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഈ പ്രവചനങ്ങൾ പുലരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരായ ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം, മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം, ശിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ട് നമുക്ക് അവരോട് പലതരത്തിലും യോജിക്കാൻ പറ്റില്ല, വിയോജിപ്പാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരായ ആളുകൾ, അതുപോലെ തന്നെ അമേരിക്ക പോലെയുള്ള സഖ്യകക്ഷികളായ ആളുകൾ, അവരുടെ തകർച്ച മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിന് ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. ളാലിമീങ്ങളിൽ നിന്ന്, ഫാസിഖീങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.